കാവുകളിൽ നീർച്ചാലുകളും ചെറിയ കുളങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാവുകളിലാണ് നിങ്ങൾക്ക് ഇത്തരം മൂങ്ങകളെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മീൻകൂമൻ. പിന്നെ അടുത്തത്, ഇത് നമ്മൾ എല്ലാ സ്ഥലത്തും മിക്കവാറും കാണും, എന്നാലും കാവുകളിൽ ധാരാളമായിട്ട് കാണുന്ന ഒന്നാണ് ഈ ചെറിയ മൂങ്ങ, കാട്ടുനത്ത് അല്ലെങ്കിൽ ചെമ്പനത്ത് എന്നൊക്കെ പറയുന്ന ജംഗിൾ ഔളറ്റ്. ടീച്ചറെ, അത് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റുമോ? ഫുൾ സ്ക്രീൻ ആവുന്നില്ല, കാണുന്നില്ലേ? ചെറുതാണ്, ഒരു സൈഡിലാണ്. ഇപ്പൊ ശരി. അപ്പോ ഈ ജംഗിൾ ഔളറ്റ് ആണ് ഈ ചെറിയതിനെ നിങ്ങൾക്ക് കാണുന്നത്. ഇനിയുള്ളത്, ഒറ്റ മിനിറ്റ്, പ്രധാനപ്പെട്ട ഒന്നിനെ മറന്നുപോയി. ഇത് കാലങ്കോഴി എന്ന് നമ്മൾ പറയുന്ന മോട്ടിൽഡ് വുഡ് ഔൾ. നിങ്ങളെ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പം പറയുന്നുണ്ടാവും രാത്രി. ഇത് നമ്മൾ സന്ധ്യ ആകുമ്പോൾ ഇത് ഒച്ച വെക്കാൻ തുടങ്ങും. നമ്മൾ കൂവുന്ന പോലെ ഉണ്ടാവുക. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇതല്ലാതെ പിന്നെ നമ്മൾ പേടിപ്പിക്കുന്ന പോലത്തെ സൗണ്ടൊക്കെ ഉണ്ടാക്കും. അപ്പൊ പ്രായമായവരൊക്കെ പറയും ആരോ മരിക്കുന്നുണ്ട്, ആരുടെയോ മരണ വാർത്ത കേൾക്കാന്നൊക്കെ പറയും. പക്ഷേ ഈ ഔൾസിനെ പറ്റി ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസം ഉണ്ടെങ്കിലും ഔൾസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കീടങ്ങളെ പിടിച്ച് നമ്മളെ സഹായിക്കുന്നത്. കീടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിക്കൊക്കെ ദോഷം ചെയ്യുന്ന ഒരുപാട് ജീവികൾ. അതിൽ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്ന ഒന്നാണ് എലി. ഈ എലികളാണ് ഈ മൂങ്ങകളുടെ പ്രധാന ഭക്ഷണം. അപ്പോൾ മൂങ്ങകളെ പിടിച്ച് നമ്മുടെ കൃഷിയും നമ്മുടെ ധാന്യങ്ങളും ഒക്കെ നശിപ്പിക്കുന്ന എലിയെ പിടിക്കുന്ന ഏറ്റവും നന്നായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ മൂങ്ങവർഗ്ഗക്കാര്. അപ്പോൾ മൂങ്ങവർഗ്ഗക്കാരെ കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായമായിട്ടുള്ളത്. പക്ഷെ അവയെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം ഉള്ളത്. കാരണം രാത്രിയാണ് ഇവയുടെ സഞ്ചാരം. ഇവ പറക്കുന്ന സമയത്ത് ഒരു ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ചില പക്ഷികൾ ചിറകടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. പ്രാവൊക്കെ പറക്കുമ്പോൾ ചിറകടിച്ച് പറക്കുന്ന ആ സൗണ്ട് നമുക്ക് കേൾക്കാം. അതുപോലെ കാട്ടിലാണെങ്കിൽ വേഴാമ്പലിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. വേഴാമ്പൽ ചിറകടിച്ച് പറക്കുമ്പോഴുള്ള സൗണ്ട്. അതുകൊണ്ടാണ് മലമുഴക്കി വേഴാമ്പലിന് ആ പേര് തന്നെ വന്നത്. അത് പറക്കുമ്പം ചിറകടിക്കുന്ന നല്ല സൗണ്ട് കേൾക്കാം. പിന്നെ അതിന്റെ ശബ്ദവും ഭയങ്കര ഒച്ചയുള്ളൊരു ശബ്ദമാണ്. അതുകൊണ്ടൊക്കെയാണ് അതിന് മലമുഴക്കി വേഴാമ്പൽ എന്ന പേര് വരുന്നത് തന്നെ. പക്ഷേ ഈ ഔൾവർഗ്ഗക്കാർക്ക് അവ പറക്കുമ്പോൾ ഒരു ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം രാത്രി ഇരുട്ടത്ത് ഇങ്ങനെ പറന്നിട്ട് അവയുടെ പ്രധാന ഭക്ഷണമായ എലിയെ പിടിക്കാൻ വേണ്ടിയാണ് ഇത്തരം സഹായം. അതിനുള്ള അഡാപ്റ്റേഷൻസ് ആണ് ഇങ്ങനെയുള്ള കഴിവുകൾ. ഓരോന്നിന്റെ ജീവിത രീതി അനുസരിച്ച് അതിനുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഔൾസിനൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തന്നു. ഇനി നമുക്ക് വേറെ നോക്കാം. ഇത് കാണുന്നുണ്ടല്ലോ, ഇതിന് മലബാർ വിസിലിംഗ് ത്രഷ് എന്ന് പറയുന്ന ചൂളക്കാക്കയാണിത്. വളരെ നന്നായിട്ട് മനോഹരമായി പാട്ട് പാടുന്ന ഒരു പക്ഷിയാണിത്. ഇതിന്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ കേൾപ്പിച്ചു തരാം. ഓക്കെ, അപ്പോ ഇതിനെ ഞാനിപ്പോ കണ്ടത് കാവുകളിൽ, സാധാരണ നല്ല കാട് ഉള്ള കാവുകളിൽ ഇതിനെ കാണുന്നത് ഞാനിപ്പം അടുത്ത് കണ്ടത് മാലൂരിനടുത്തുള്ള ഒരു കാവിലാണ്, മൊഗേർ കാവിലാണ് ഇതിനെ ഞാനിപ്പോൾ അടുത്ത് കണ്ടത്. സാധാരണ കാടുകളിലാണ് കാണുന്നത്. പക്ഷെ കാടുകളോട് ചേർന്നുള്ള കാവുകളിലൊക്കെ ഇത് വരുന്നുണ്ട്. ചെറിയൊരു ലോക്കൽ മൈഗ്രന്റ് ആണ്. അതുകൊണ്ട് തന്നെ ചില കാവുകളിൽ ഇവ ചില സമയങ്ങളിൽ കാണുന്നുണ്ട്. ഇത് കാട്ടുകോഴി എന്ന് പറയുന്ന, നമ്മൾ പറയുന്ന സാധാരണ പറയുന്ന കാട്ടുകോഴി എന്ന് പറയുന്നതാണ്. പക്ഷെ ഇത് ശരിക്കും കാട്ടുകോഴി എന്ന് പറയാൻ പറ്റില്ല. നാട്ടിൻപുറത്തൊക്കെ ഇതിനെ കാണാം. ചെമ്പൻ കോഴി എന്നാണ് ഇതിനെ പറയുന്നത്. ശരിയായ കാട്ടുകോഴി ഇതല്ല. ഓക്കെ, ഇത് കുറച്ചധികം കാടുകളുള്ള പ്രദേശങ്ങളിലൊക്കെ കാണാം. കാവുകളിൽ നന്നായിട്ട് കാണാം. ചെറിയ നിലത്ത് ചെറിയ പൊത്തൊക്കെ ഉണ്ടാക്കിയിട്ട്, കുഴി കുഴിച്ച് പൊത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇത് മുട്ടയിടുന്നത്. നമ്മുടെ നാടൻ കോഴിയുമായി ഒരുപാട് സാമ്യമുള്ളൊരു പക്ഷിയാണ് ഈ കാട്ടുകോഴി.
നിലത്താണ് മുട്ടയിടുന്നത്. പക്ഷെ രാത്രി മരക്കൊമ്പിലാണ് അവ ഉറങ്ങുന്നത്. പിന്നെയുള്ള ഒന്നാണ് കുറച്ചധികം മരങ്ങളുള്ള കാവുകളിൽ കാണുന്ന ഒന്നാണിത്. മലബാർ ട്രോഗൺ എന്നു പേരുള്ള തീക്കാക്ക. വളരെ മനോഹരമായ ഒരു പക്ഷിയാണ്, കാണാൻ നല്ല ചന്തമുണ്ട് അല്ലേ. ഈ മലബാർ ട്രോഗണിനെ ചില കാവുകളിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ മരംകൊത്തികളാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ മരംകൊത്തികളിൽ ഒന്നാണിത്, പിഗ്മി വുഡ്പെക്കർ. ബ്രൗൺ ക്യാപ്ഡ് പിഗ്മി വുഡ്പെക്കർ എന്ന് പറയുന്ന താണ്ടാൻ മരംകൊത്തി എന്ന് മലയാളത്തിൽ പേരുള്ള ഒരു മരംകൊത്തിയാണിത്. കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അത് ഇത്ര ചെറുതായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും. ചെറിയ മരംകൊത്തിയാണ്. പിന്നെയുള്ളത് നാട്ടുമരംകൊത്തി. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവും, നാട്ടുമരംകൊത്തിന. അതേപോലെയുള്ള ഒന്നാണ് ചെമ്പൻ മരംകൊത്തി. ഈ ചെമ്പൻ മരംകൊത്തിയും നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്നതാണ്. പിന്നെയുള്ളത് തത്ത നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. തത്ത കാവുകളിൽ മാത്രമൊന്നുമല്ല, വയൽ പ്രദേശങ്ങളിലും കൃഷിയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണാം. നിങ്ങളുടെ പറമ്പിലൊക്കെ ഈ മുരിക്ക് അല്ലെങ്കിൽ പൂള ഒക്കെ പൂത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെയൊക്കെ തേൻ കുടിക്കാൻ വരുന്ന, ഇനി പേരയോ അങ്ങനെയുള്ള പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പഴങ്ങളൊക്കെ തിന്നാൻ വരുന്ന തത്തയെ നിങ്ങൾ ധാരാളമായി കണ്ടിട്ടുണ്ടാവും. അപ്പൊ തത്തയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ചില സ്ഥലങ്ങളിൽ ഈ പൂന്തത്തേനെയും കാണാം നിങ്ങൾക്ക്, പ്ലം ഹെഡഡ് പാരക്കീറ്റ്. ഈ ചെറിയ തത്തച്ചിന്നൻ എന്ന് പറയുന്ന ബെർണൽ ഹാങ്ങിങ് പാരറ്റ്, ഇത് നിങ്ങൾ ചിലപ്പോൾ വാഴയുടെയൊക്കെ തേൻ കുടിക്കാൻ വന്ന് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇത് മുരിക്ക് പൂളയൊക്കെ പൂത്തു കഴിഞ്ഞാൽ അതിൻ്റെ തേൻ കുടിക്കാൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല, ചെറുതാണ് അതുകൊണ്ട് തന്നെ. അതേസമയം ഇതിൻ്റെ പറക്കുമ്പോൾ ഒരു ശബ്ദം, ചുയി ചുയി എന്നുള്ളൊരു ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ഇത് പറക്കുക. അപ്പൊ ആ ശബ്ദം നിങ്ങൾ കേട്ടിരിക്കും. ഞാൻ അതിനെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണിച്ചു തരുവേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ കാവുകളിൽ കാണുന്ന ദേശാടകനായ ഒരു പക്ഷിയാണ് ഇന്ത്യൻ പിറ്റ എന്ന് പറയുന്ന ഈ കാവിക്കിളി. വടക്കേ ഇന്ത്യയിൽ നിന്ന് നമ്മളെ നാട്ടിലോട്ട് വേനൽക്കാലത്ത്, തണുപ്പ് കാലം മുതൽ വേനൽക്കാലം വരെ ഇവിടെ കാണുന്ന ഒരെണ്ണാണ് ഈ കാവിക്കിളി. ഇത് നിലത്ത് ചാടി നടന്ന് നിലത്തുള്ള ഭക്ഷണം, പുഴുക്കളെയും പ്രാണികളെയും ഒക്കെ പിടിച്ചു തന്നുന്നതാണ്. സന്ധ്യ കഴിഞ്ഞാൽ നിലത്തുനിന്ന് അധികം പൊക്കമില്ലാത്ത മരങ്ങളിലാണ് അന്തി ഉറങ്ങുന്നത്, റോസ്റ്റിങ്. പിന്നെയുള്ള ഒന്നാണിത്, കാണാൻ നല്ല ഭംഗിയുള്ള മിനിവറ്റുകൾ, തീച്ചിന്നന്മാര്. പിന്നെ സാധാരണ കാണുന്നത് ഈ ഡ്രോങ്കോ ഫാമിലിയിൽപ്പെട്ട 4 എണ്ണത്തിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ചുവന്ന കണ്ണുള്ള ഇത് ആഷി ഡ്രോങ്കോ ആണ്. ഇത് ദേശാടകനായിട്ട് നമ്മളെ നാട്ടിൽ വരുന്നതാണ്. ഇത് ലളിത കാക്ക, നിങ്ങൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ കൂട് കെട്ടുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഡ്രോങ്കോസിന്റെ ബഹളം നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാം. ഇത് കാടുമുഴക്കി, അതായത് റാക്കറ്റ് ടൈൽഡ് ഡ്രോങ്കോ. പിന്നെ ഇത് റാക്കറ്റ് ടൈൽഡ് ഡ്രോങ്കോകൾ, അതും പിന്നെയുള്ളത് ബ്ലാക്ക് ഡ്രോങ്കോ ആണ്. ബ്ലാക്ക് ഡ്രോങ്കോനെ പക്ഷേ ഇപ്പൊ അങ്ങനെ കാടുള്ള പ്രദേശങ്ങളിൽ കാണുന്നില്ല, അതിനെ അധികം വയലുകളിലാണ് കാണുന്നത്. അതുകൊണ്ട് കാവുകളിൽ നിങ്ങൾക്ക് അധികം ബ്ലാക്ക് ഡ്രോങ്കോസിനെ കാണാൻ പറ്റില്ല. ലതിക ടീച്ചറെ, ആനറാഞ്ചി ഏത് ബേർഡായിരുന്നു, ഏത് ഡ്രോങ്കോ ആയിരുന്നു? ആനറാഞ്ചി ബ്ലാക്ക് ഡ്രോങ്കോ. പക്ഷെ ബ്ലാക്ക് ഡ്രോങ്കോനെ നിങ്ങൾക്ക് കാവിൽ കാണില്ല. ഞാൻ അതിനെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം ഫോട്ടോസ്. ഓക്കെ, പോരെ? ഇനിയുള്ളത് കൂടുതലായിട്ട് കാണുന്നതാണ് ബുൾബുൾ ഫാമിലി. ബുൾബുൾ ഫാമിലിയില് നാട്ടു ബുൾബുളാണിത്. ഇതാണ് റെഡ് വിസ്കേർഡ് ബുൾബുള്, ഇരട്ടത്തലിച്ചി എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളെ വീടുകളിലൊക്കെ കൂട് കെട്ടാൻ വരുന്നുണ്ടാവും അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ധാരാളമായിട്ട്. നമ്മൾ ഇവിടെയൊക്കെ ഇപ്പം ഇഷ്ടം പോലെ കാണാവുന്ന ഒരെണ്ണാണിത്.
പിന്നെ ഇത് വൈറ്റ് ബ്രോഡ് ബുൾബിള്, തവിടൻ ബുൾബിള് എന്നൊക്കെ പറയുന്ന കാവുകളിലൊക്കെയുള്ള സാധാരണ കാണുന്ന ഒരെണ്ണമാണ് ഇത്. പിന്നെ കാവുകളിൽ കാണുന്ന ഒരാളാണ് ഈ പഫ് ത്രോട്ടഡ് ബാബ്ലർ, പുള്ളിച്ചിലപ്പൻ എന്ന് പറയുന്നത്. മനോഹരമായി പാടുന്ന ഒരെണ്ണാണ് ഈ പുള്ളിച്ചിലപ്പൻ. ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ പാട്ടും ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലിടാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ കാവുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ടാണ് ഈ പുള്ളിച്ചിലപ്പൻ്റെത്. പിന്നെ ഉള്ളതാണ് മഞ്ഞക്കിളികൾ. ഇത് ഇന്ത്യൻ ഓറിയോൾ എന്ന് അല്ലെ ഗോൾഡൻ ഓറിയോൾ എന്ന് പറയുന്ന ഇന്ത്യൻ മഞ്ഞക്കിളി. ഇത് നമ്മുടെ ഇവിടെ ദേശാടകരായിട്ട് വരുന്നതാണ്. ഇത് പെൺപക്ഷിയാണ്. ആൺപക്ഷി നല്ല മഞ്ഞ നിറമായിരിക്കും. ഇതിൽ തന്നെ നമ്മുടെ ഇവിടെ സ്ഥിരതാമസം, ഇത് ചൈനയെന്ന് വരുന്നതാണ് ചീന മഞ്ഞക്കിളി എന്ന് പറയും. ചീഞ്ഞ മഞ്ഞക്കിളിയല്ല, ചീന മഞ്ഞക്കിളി, ബ്ലാക്ക് നാപ്ഡ് ഓറിയോള്. ഇത് നമ്മുടെ ഇവിടെ സ്ഥിരം കാണുന്നതാണ് മഞ്ഞക്കറുപ്പൻ. നമ്മളിവിടെ എപ്പോഴും കാണുന്നതാണ്. വളരെ ഉയരമുള്ള മരങ്ങളില് അതിന്റെ കവരിയില് നമ്മളെ ചായ അരിപ്പ പോലെ കുറച്ച് താഴ്ചയായിട്ട് ഉണ്ടാക്കുന്ന ഒരു തൊട്ടിൽ പോലെയുള്ള കൂടായിരിക്കും ഇതിന്റെ. ഈ സമയത്താണ് ഇതിന്റെ കൂട്. അപ്പൊ നിങ്ങളെ പറമ്പൊക്കെ കുറച്ചധികം മരമുള്ള പ്രദേശങ്ങളൊക്കെ ചിലപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഇതിന്റെ കൂട് കാണാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഈ പിന്നെയുള്ളതാണ് ഈ അയോറ എന്ന് പറയുന്നത്. ബർ എന്നുള്ളൊരു കോൾ ഉണ്ടാക്കിക്കൊണ്ട് രാവിലെയൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ് ഈ അയോറ. ഈ അയോറൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ചെറിയ പക്ഷിയാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ചെറുതാണ്. പക്ഷെ ഇതിന്റെ കൂട്ടിലാണ് ചെങ്കുയിൽ മുട്ടയിടുന്നത്. ഇതിന്റെ ചെറിയ കൂടാണ്, അതിലാണ് ഇതിനേക്കാൾ വലിപ്പമുള്ള, ഇരട്ടി വലിപ്പമുള്ള ചെങ്കുയിൽ മുട്ടയിടുന്നത്. ആ ചെങ്കുയിലിന്റെ കുഞ്ഞിനെ ഇതാണ് വളർത്തുന്നത്. ഇതിനേക്കാൾ എത്രയോ വലിപ്പമുള്ള കുഞ്ഞിന് ഈ ചെറിയ പക്ഷി കൊണ്ട് ഈ ഭക്ഷണം കൊടുക്കുന്ന കാഴ്ച നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. നല്ല രസകരമായ, പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരിക്കും അത്. ഇതാണ് ചെങ്കുയിൽ. ചെങ്കുയിലിനെ കണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ വലിപ്പമുണ്ട്. എന്നിട്ടും ഈ ബാൻഡഡ് ബേ കുക്കു ആ ചെറിയ പക്ഷിയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത്. അടുത്ത കാവുകളിൽ സ്ഥിരം കാണുന്ന ഒരെണ്ണാണ് മരതകപ്രാവ്, എമറാൾഡ് ഡോവ്. ഇത് നിലത്താണ് അധികവും കാണുക. മരത്തിൽ ഇരിക്കുന്നത് വളരെ കുറവായിരിക്കും. നിലത്ത് നടന്നിട്ട് നമ്മൾ മാടപ്രാവ്, അമ്പലപ്രാവ് എന്നൊക്കെ പറയുന്ന പ്രാവിനെ പോലെ നിലത്ത് നടന്ന് വിത്തുകളും ഒക്കെ തിന്നലാണ് ഇവയുടെ പണി. അതേപോലെയുള്ള വേറൊരെണ്ണാണിത്, ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പിജിയൺ. കാണുന്നില്ലേ? ഈ ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പിജിയൺ വെസ്റ്റേൺ ഘട്ടിൽ എൻഡമിക് ആണ്. വെസ്റ്റേൺ ഘട്ടിൽ മാത്രമേ ലോകത്ത് ഇതിനെ കാണുന്നുള്ളൂ. നാട്ടുകുയിലിനെ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, എല്ലാവരും കേട്ടിട്ടുണ്ടാവും നാട്ടുകുയിലിന്റെ ശബ്ദം. ഇത് പെൺകുയിലാണ്. പെൺകുയിലിനെയാണ് നമ്മൾ പുള്ളിക്കുയിലി എന്ന് പറയുന്നത്. ഇത് ബാൻഡഡ് ബൈ കുക്കു. ഇനിയുള്ളത് ഈ പരുന്തുകളെ പോലെയുള്ള ചെറിയ പക്ഷികളാണ്. ഷിക്ര, ഗോഷാക്ക് എന്നൊക്കെ പറയുന്നത്. ഇതിനാണ് ഗോഷാക്ക് എന്ന് പറയുന്നത്, ക്രസ്റ്റഡ് ഗോഷാക്ക്. മലമ്പുള്ളി എന്ന് പറയും. അതിന്റെ അത് പിടിച്ചിരിക്കുന്നത് ഒരു ജംഗിൾ ഔളറ്റിനെയാണ് പിടിച്ചിരിക്കുന്നത്. ആ ഫോട്ടോ നിങ്ങൾ കാണുന്നില്ലേ? ഈ ചെറിയ പക്ഷികളെയും ചെറിയ ജീവികളൊക്കെയാണ് ഇത് പിടിക്കുന്നത്. ഇവ സ്ഥിരമായിട്ട് കാവുകളിൽ കാണുന്ന ഒരു പക്ഷിയാണ്. കാവുകളിൽ തന്നെയാണ് ഇത് കൂട് വെക്കുന്നത്. ഇതാണ് ഷിക്ര. ഷിക്രയെ നിങ്ങൾ ചില സ്ഥലത്ത് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവും. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സമയത്ത് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിരുന്ന ഒരെണ്ണാണിത്. പക്ഷെ ഇപ്പം ആരും കോഴിക്കുഞ്ഞുങ്ങളെ കോഴികളെ വളർത്താത്തത് കൊണ്ട് നിങ്ങൾ കാണുന്നത് കുറച്ച് കുറവായിരിക്കും. പിന്നെയുള്ളത് ചക്കിപ്പരുന്ത്, ബ്ലാക്ക് ഐറ്റ്.
ആനറാഞ്ചിന്റെ ഇതാണ് ആനറാഞ്ചി. ആനറാഞ്ചിന്റെ ഫോട്ടോ ഇതിലുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ കാവുകളിൽ കാണാൻ കുറച്ച് കുറവായിരിക്കും. ഇതാണ് ആനറാഞ്ചി എന്ന് പറയുന്നത്. കാട് മുഴക്കി എന്ന് പറയുന്നത് ഇതിനെയാണ്. അപ്പൊ ഇത് 4 തരത്തിലുള്ളതിനെയാണ് നമ്മളിവിടെ കാണുന്നത്. കുറച്ച് ഡ്രൈ ഏരിയയിലാണ് വെള്ളവയറിനെ കാണുന്നത്. അത് ഇവിടെയൊന്നും കാണില്ല. അട്ടപ്പാടി ഭാഗത്തും പിന്നെ ചിന്നാർ ഭാഗത്തൊക്കെയാണ് ആ വെള്ളവയറൻ ഡ്രോങ്കോനെ കാണുന്നത്, വൈറ്റ് ബെല്ലീഡ് ഡ്രോങ്കോനെ. അപ്പൊ ഏതാണ്ട് കുറച്ച് ബേർഡ്സിനെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വെറുതെ ഞാൻ കൂടുതൽ എണ്ണത്തിന് പരിചയപ്പെടുത്തി തരാം. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ മാത്രം. ഇത് വിസിലിംഗ് ഡക്കാണ്. വിസിലിംഗ് ഡക്കിനെ വയലിലാണ് കാണുന്നത്. മാടപ്രാവ് അല്ല അമ്പലപ്രാവ് എന്ന് പറയുന്നത്. അരിപ്രാവ് ഇത് ഞാൻ പരിചയപ്പെടുത്തി തന്നു. ഇത് ഗ്രേബെല്ലീഡ് കുക്കു. ഇതും കാവുകളിൽ കാണുന്നത് കുറവായിരിക്കും. ഇതിനെ മറന്നുപോയി, പേക്കുയില് എന്ന് പറയുന്നത്. ഉറക്ക പീപ്പിയ എന്ന് കരയുന്ന പേക്കുയില്. ഈ പേക്കുയില് ബാബ്ലസിന്റെ കൂട്ടിലാണ് മുട്ടയിടുന്നത്. അതായത് കരിയിലക്കിളി, പൂത്താങ്കീരി എന്ന് പറയുന്ന ജംഗിൾ ബാബ്ലസ്, യെല്ലോ ബിൽഡ് ബാബ്ലർ, ഇതിന്റെയൊക്കെ കൂട്ടിലാണ് ഇവ മുട്ടയിടുന്നത്. ഇത് സ്വിഫ്റ്റ് ആണ്. Could you go back to the other photo of the coil? That one? കോയലിനെ കണ്ടില്ലേ? No, coil alla. Common hawk cuckoo alle. കോമൺ ഹോക്ക് കുക്കു, പേക്കുയില്. Oh yeah. Okay, thank you. ഇത് കൊളക്കോഴി എന്ന് പറയുന്ന വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെൻ അല്ലേ? എന്തേ? കൊളക്കോഴി കണ്ടിട്ടില്ലേ? യെസ്. ഇതിനെ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. സ്ലൈറ്റി ലെഗ്ഡ് ക്രൈക്ക്. ലാപ്പ് ഇങ്ങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, റെഡ് ലാപ്പ്, റെഡ് ബാറ്റിൽഡ് ലാപ്പിങ്, ഓപ്പൺ ബിൽഡ്, ഏഷ്യൻ ഓപ്പൺ ബിൽഡ് സ്റ്റോർക്ക്, വോളി നെക്കഡ് സ്റ്റോർക്ക്. ഇതും വോളി നെക്കഡ് ആണ്. ഇത് ഡാർട്ടർ, ചേരക്കൊഴി എന്ന് പറയുന്നതാണ്. ഇത് സാധാരണ നീർക്കാക്ക. ഗ്രേ ഹെറോണ്, പർപ്പിൾ ഹെറോണ്. ഇത് പെരുമുണ്ടി എന്ന് പറയുന്ന ഗ്രേറ്റ് ഇഗ്രറ്റ്, മീഡിയം ഇഗ്രറ്റ്, ലിറ്റിൽ ഇഗ്രറ്റ്. Auntie, how to differentiate between the little egret and the medium egret? മീഡിയം ഇഗ്രറ്റ് ആൻഡ് ലിറ്റിൽ ഇഗ്രറ്റ്. ലിറ്റിൽ ഇഗ്രറ്റിന്റെ ഫിംഗേഴ്സ് മാത്രം യെല്ലോ ആയിരിക്കും. Okay, thank you. കാറ്റിൽ ഇഗ്രറ്റിന്റെ ബ്രീഡിംഗ് പ്ലൂമേജ് ആണിത്. ബ്രീഡിംഗ് സീസണിൽ ഇതിന്റെ ഈ നെക്ക് പാർട്ട് ഗോൾഡൻ കളർ ആയിരിക്കും. പോണ്ട് ഹെറോൺ, നൈറ്റ് ഹെറോൺ, ഐബിസ്. ഈ ഐബിസുകൾ തന്നെ നമ്മുടെ ഇവിടെ ഈ ഒന്നിനെ കാണുന്നുള്ളൂ. പക്ഷെ ഗ്ലോസി ഐബിസിനെ ചില സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഇത് ഹണി ബസാർഡാണ്. തേൻ കൊതിച്ച് പരുന്ത് എന്ന് പറയും. തേനീച്ചയുടെ കൂട് തകർത്ത് അതിലുള്ള പുഴുക്കളെയും തേനും ഒക്കെ കഴിക്കലാണ് ഇതിന്റെ പണി. അപ്പൊ തേനീച്ചയുടെ കൂട് തകർത്തു കഴിഞ്ഞാൽ തേനീച്ചയുടെ കുത്ത് കിട്ടുന്നത് സാധാരണയാണ്. ഈ പക്ഷിനെ കൊണ്ട് പല ആൾക്കും തേനീച്ചയുടെ കുത്ത് കിട്ടാറുണ്ട്. എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പൊ കാവുകളിലൊക്കെ സ്ഥിരം തേനീച്ചക്കൂടുണ്ടെങ്കിൽ ഇതിനെ ആ പ്രദേശത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ,
ഇത് ചുട്ടിപ്പരുന്ത് എന്ന് പറയുന്ന ക്രസ്റ്റഡ് സർപ്പന്റികള്. ഇതിനെ നമ്മൾ സാധാരണ കൂടുതൽ മരങ്ങളുള്ള പ്രദേശങ്ങളിലൊക്കെ കാണാൻ പറ്റും. ബോട്ടഡ് ഈഗിളാണ്. ബോട്ടഡ് ഈഗിള് വയൽ പോലെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. പിന്നെ കാട് പ്രദേശങ്ങളിലും കാണും, പക്ഷെ കാവുകളിലൊന്നും കാണാൻ ചാൻസ് കുറവാണത്. ഇത് ഞാൻ കാണിച്ചു തന്നെയാണ്. ഇത് ബ്രാഹ്മണി കൈറ്റ്, കൃഷ്ണപരുന്ത് എന്ന് പറയുന്നത്. ഇതിനെ പിന്നെ എല്ലാവരും എല്ലാ സ്ഥലത്തും കാണുന്നതാണല്ലോ. ഇത് നിങ്ങൾ കാണാൻ കുറച്ച് കുറവായിരിക്കും. സ്നൈപ്പാണിത്. സ്നൈപ്പിനെ ഇവിടെ കാണല് വയൽ പോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കാണുള്ളൂ. ഈ സാൻഡ് പൈപ്പറിനെയൊക്കെ, വുഡ് സാൻഡ് പൈപ്പർ, മാർഷ് സാൻഡ് പൈപ്പർ, ഇതൊക്കെ നിങ്ങൾ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഇത് താമരക്കോഴിയാണ്, ബ്രോൺസ് ജക്കാന. അതിനെ നമ്മൾ വയലിൽ മാത്രമേ കാണുള്ളൂ. വെള്ളമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ ജക്കാനിനെയൊക്കെ കാണുള്ളൂ. ഔൾസിനെ ഞാൻ പറഞ്ഞു. ഈ സ്പോട്ടഡ് ഔളറ്റിനെ നിങ്ങൾ ഇപ്പം കാവുകളിലൊന്നും കാണുന്നില്ല. ഇതിനെ അധികം കാണുന്നത് സിറ്റികൾ, ടൗൺ ഏരിയയിലൊക്കെയാണ് ഇതിനെ ഇപ്പൊ കാണുന്നത്. കോസ്റ്റൽ ഏരിയയിൽ കാണുന്നുണ്ട്. ഇപ്പോ കോസ്റ്റൽ ഏരിയയിലൊക്കെ, ബീച്ചസിലൊക്കെ കാണുന്നുണ്ട്. കണ്ണൂര് കോട്ടയിലൊക്കെ ഇതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോട്ടയുടെ പൊത്തിലൊക്കെ കാണാം. അതുപോലെ ഇത് പുള്ളുനത്ത്, ബ്രൗൺ ബൂബുക്ക് അല്ലെ ഹോക്കൗള് എന്നൊക്കെ പറയുന്നതാണ്. ഇതിനെ നിങ്ങൾക്ക് കാവുകളിലൊക്കെ കാണാൻ പറ്റുന്നൊരു പക്ഷിയാണ്. പീകോക്ക്, ചെറിയ മീൻകൊത്തി, കോമൺ കിങ്ഫിഷർ, സ്റ്റാർക്ക് ബിൽഡ് കിങ്ഫിഷർ, വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷർ, ഈ പൈഡ് കിങ്ഫിഷറൊക്കെ. പൈഡ് കിങ്ഫിഷറിനെ അധികം വയല് അല്ലെങ്കിൽ പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതേസമയം ഇതിനെ നിങ്ങൾക്ക് നിങ്ങളെ പറമ്പിലൊക്കെ കാണാൻ പറ്റും. ടൗണിൽ വരെ ഇതിനെ കാണാൻ പറ്റും. ഇതിപ്പോ എൻ്റെ വീടിന്റെ ഒരു മുമ്പിലുള്ള മണ്ണിന്റെ തിട്ടിൽ ഇതിന്റെ ഒരു പൊത്തുണ്ട്. അതിന്റെ കുഞ്ഞുങ്ങളെ പറക്കാറായി തുടങ്ങി. ഏതാണ്ട് പറക്കാൻ ഒരു 2-3 ദിവസം കൊണ്ട് പറന്നു പോകുന്ന പാകത്തിലായി. ആന്റി, ഈ വൈറ്റ് breasted kingfishers insects കഴിക്കില്ലേ? വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷർ ഇൻസെക്ട്സ് കഴിക്കുവോ? കഴിക്കും. ഇൻസെക്ട്സ്, ഗാർഡൻ ലിസാർഡ്, ഇങ്ങനെയുള്ളതിനൊക്കെ പിടിച്ചു തിന്നും. ഇനിയുള്ളത് വേലിത്തത്തകള്, ബീറ്റേഴ്സ്, ഗ്രീൻ ബീറ്റർ, ബ്ലൂ ടൈൽഡ് ബീറ്റർ, ചെസ്റ്റ്നട്ട് ഹെഡഡ് ബീറ്റർ. പിന്നെയുള്ളത് കോപ്പർ സ്മിത്ത് ബാർബറ്റ്. കോപ്പർ സ്മിത്ത് ബാർബറ്റും നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ കാണുന്ന ഒരെണ്ണാണ്. പിന്നെ ഈ ബാർബറ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ലേ, കുട്രു കുട്രു എന്ന് കരയുന്നത്. ഈ വുഡ്പെക്കറിനെ പറയാൻ മറന്നുപോയി. ഹാർഡ് സ്പോട്ടഡ് വുഡ്പെക്കറാണിത്. ഇതും കാവുകളിലൊക്കെ സ്ഥിരം സാന്നിധ്യമാണ്. വിട്ടുപോയത് എന്നോടത്. കിങ്ഫിഷർ അല്ല, ഇത് വുഡ്പെക്കർ പറയുമ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. ഇത് യെല്ലോ മഞ്ഞക്കാഞ്ചി മരകൊത്തി എന്ന് പറയുന്ന വുഡ്പെക്കറാണ്. ഇതിനെയും കാവുകളില് ചിലപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. യെല്ലോ നാപ്ഡ് വുഡ്പെക്കർ. ആന്റി, മലബാർ പാരക്കീറ്റ് കാവുകളിൽ വരുമോ? മലബാർ പാരക്കീറ്റ് കാവുകളിൽ കുറവാണ്. അത് കാട് പ്രദേശങ്ങളിലേ കാണുള്ളൂ. കുറച്ച് ഉയരമുള്ള പ്രദേശങ്ങളിലേ അതിനെ കിട്ടുള്ളൂ നിങ്ങൾക്ക്. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ആദ്യത്തെ സെഷനാണ്. ഞാൻ മുമ്പത്തെ 2 സെഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല, ഇച്ചിരി തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്കിവിടെ ഒരു തലശ്ശേരിൻ്റെയും നദാപുരത്തിനൊക്കെ അടുത്തായിട്ട് വല്ല കാവുകളുണ്ടോ എനിക്ക് സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ അടുത്ത് കാവുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ പോയിട്ടുള്ളത് മാടായിക്കാവിലാണ്. ബട്ട് അത് ഇച്ചിരി ദൂരെയാണ്. ഇപ്പോൾ രാവിലെ 6 മണിക്കൊക്കെ ഇറങ്ങിയാൽ എന്തായാലും ഒരു 10 മണിക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് എവിടെയെങ്കിലും കാവുകളുള്ളതായിട്ട് അറിയോ? എനിക്ക് അതിനെപ്പറ്റി അത്ര അറിയത്തില്ല. അവിടെ പൊയിൽക്കാവില്ലേ?
കൊയിലാണ്ടി ഭാഗത്ത്? പൊയിൽക്കാവ് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് ആകെ അറിയുന്ന പിഷാരിക്കാവാണ്. പക്ഷെ അവിടെ എൻട്രൻസ് കിട്ടുമോന്നൊന്നും അറിയത്തില്ല. അവിടെ പിഷാരിക്കാവിൽ അവിടെ കാടൊന്നുമില്ലല്ലോ. ഇല്ല, അതാണ് പിഷാരിക്കാവുന്ന പേരേ ഉള്ളൂ. അവിടെ കാവുകളൊക്കെ അവിടെ പോയി. പൊയിൽക്കാവുണ്ട്. പൊയിൽക്കാവ് ആ കൊയിലാണ്ടി ഭാഗത്താണ്. അതിന്റെ ശരിയായ അതെ ടീച്ചറെ, പൊയിൽക്കാവ് അടുത്താണ്, റോഡിൽ അധികം നടക്കാനില്ല. റോഡ് സൈഡ് കൊയിലാണ്ടിക്ക് തന്നെയാണ്. ആ അടുത്തുള്ള റോഡ് അതെ ബസ് അതെ സ്റ്റോപ്പ്, അവിടെ പൊയിൽക്കാവിന്റെ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ലേ? അതെ അതെ, നല്ല കാവുമാണ്. ഞങ്ങൾ കൊയിലാണ്ടി ഒരുപാട് മണ്ഡലത്തിൽ തവണ പോയതാണ്. കാവാണെന്ന് തോന്നുന്നു. പിന്നെ ആ ഏരിയയിലുള്ള കുറച്ച് കാവുകൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ ടീച്ചറെ അത് നമ്മൾ മെസ്സേജ് അയക്കാം. കോഴിക്കോട് ജില്ലയിലുള്ള കാവിന്റെ ഒരു ലിസ്റ്റ് ഇടാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. അതെ, അല്ല ഇവര് നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഏതൊക്കെ ഏരിയയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രദേശത്തുള്ള കാവുകളുടെ ഒരു ലിസ്റ്റ് ഇടാൻ പറ്റും. ലിസ്റ്റ് ഇടാം. അതെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യമായിരിക്കും. ഓക്കെ, അങ്ങനെ ചെയ്ത് നന്നായിരിക്കും. താങ്ക് യു. അതുപോലെ മാഹി ഭാഗത്തും ഉണ്ട്. പന്തക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അയ്യപ്പൻ കോവിൽ 2 ഏക്കർ പന്തക്കലുണ്ട്, ഉണ്ട്. പന്തോക്കാവുണ്ട്. അതെ, പിന്നെ ചെമ്പ്ര അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, 1 ഏക്കർ. തീരദേശത്തോടെ ഉള്ളതാണ്, മാഹി ആയതുകൊണ്ട്. ആണോ? മാഷ് അതിന്റെ ലൊക്കേഷൻ ഒന്ന് എനിക്ക് അയച്ചു തരും. അങ്ങനെയാണ് എനിക്ക് അവിടെ ഒക്കെ സുഖമായിരുന്നു. നോക്കാം. ഇല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ വടകര ഭാഗത്തുള്ള കുറച്ച് കാവുകളുണ്ട്, അത് അയക്കാം. ഇവിടെ വടകര കാവുണ്ടോ? ഞാൻ കുറെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് നെഗറ്റീവ് ആൻസേഴ്സാണ് കിട്ടിയത്. ഇവിടെ കാവുകളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വടകര ഏരിയയിലൊക്കെ ഒന്നുണ്ടായിരുന്നു, അത് റോഡിന് പോയി എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ കാവിന്റെ ലിസ്റ്റും ഇടാം. നമുക്ക് നേരത്തെയുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്, അത് ഇടാം കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പോ ഞാൻ ഏതാണ്ട് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കുറച്ച് പക്ഷികളുടെ ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഓരോ ദിവസവും ഓരോ പക്ഷിയെയും അതിന്റെ കോളും നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും I have doubt. പറഞ്ഞോ. How many grooves should we visit maximum? Like, How many sacred groups total എത്രയുണ്ട് മാഷേ? ടോട്ടൽ കണ്ണൂര് ഒരു 100-ലധികം കാവുകളുണ്ട്. കാസർഗോഡ് ജില്ലയിലും അതിലുണ്ട്. ചെറിയ ചെറിയ കാവുകൾ കൂടി കഴിഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ 1000 വീതം കാവുകളുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. how many grooves should we visit? Okay. You can visit maximum sacred groves. I think up to 5 or 6 or up to 10. They are very small in area. I visited 8 already. Okay. Very good. അപ്പൊ ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സംശയം? ഒരാള് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്, ചോദിച്ചോളൂ. എപ്പാ ഇത് ക്വസ്റ്റ്യൻ്റെ ഇത് വോയിസ് അയക്കുവാ? എങ്ങനെ വോയിസ്? ഞാനിപ്പോ ഇടാം. ഓരോ ദിവസം നിങ്ങൾക്ക് ഓരോന്നിട്ട് തരാം. ഓക്കെ. പിന്നെ എനിക്ക് ഇതിന്റെ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പഠിച്ചു വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതുവരെ സെഷനിൽ പങ്കെടുത്തില്ലായിരുന്നു, ഇച്ചിരി തിരക്കിലായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് ആയിട്ട് ഇടാനാണോ, എങ്ങനെയായിരുന്നു? അല്ല, നിങ്ങൾ ചെക്ക് ലിസ്റ്റ് ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇടാം. ബേർഡ്സിന്റെ ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇടാം. അതുപോലെ ബട്ടർഫ്ലൈസിന്റെ ചെക്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇടാം. നിങ്ങൾ ഒരു കാവിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാണുന്നു എന്നുള്ള നിങ്ങൾക്ക് ഒരു നോട്ട്, ഒരു കുറിപ്പ് നിങ്ങൾക്ക് എഴുതണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം കിട്ടും. അവിടെയുള്ള നിങ്ങൾക്ക് ID ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് മുതൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ID ചെയ്ത് നിങ്ങൾക്ക് ലിസ്റ്റ് ഇടാം. അതായത് ഇപ്പൊ നിങ്ങളൊരു കാവ് വിസിറ്റ് ചെയ്യുന്നെന്ന് വെച്ചോ, അപ്പൊ നമ്മൾ അവിടെയുള്ള നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയം ആദ്യം എഴുതുക. എന്നിട്ട് ആ കാവിന്റെ പേര്, പിന്നെ ആ സമയത്ത് നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കാലാവസ്ഥ, അതായത് മഴയാണോ വെയിലാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. മേഘാവൃതമാണോ, ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് എഴുതാം. ക്ലൗഡി, റെയിനി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അവിടെ എന്തൊക്കെ കാണുന്നു, നിങ്ങളുടെ അനുഭവം എന്താ, അത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം. ഇന്ന പ്ലാന്റ്സ് ഒക്കെ കണ്ടു, ബേർഡ്സിനെ ഇന്ന് ഇതൊക്കെ കണ്ടു, അപ്പൊ ബേർഡ്സിനെ ഇതൊക്കെ ചെയ്യുകയായിരുന്നു. നിങ്ങൾക്ക് ബേർഡ്സിനെ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കുറിപ്പ് എഴുതി വെക്കാം. എന്തൊക്കെയായിരുന്നു അതിന്റെ കളർ, കൊക്കിന്റെ കളർ എന്താ, അതിന്റെ സൈസ് എങ്ങനെയാണ്. ഇത് നമ്മൾ സാധാരണ ബേർഡ്സിനെ കാണുമ്പോൾ ചെയ്യുന്നില്ലേ.
ഓക്കെ. അപ്പൊ ജസ്റ്റ് നമ്മള് എല്ലാത്തിനെയും സ്പീഷ്യസ് നെയിമും കൂടാതെ നമ്മളെ അനുഭവങ്ങളോട് ഐ മീൻ എഴുതാം. പക്ഷികൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങളിപ്പോ ഒരു കാവിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അവിടെയുള്ള എല്ലാ സാധനങ്ങളുടെ ഒരു ഡാറ്റ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് അവിടെ എന്തൊക്കെ ഉണ്ടാവണം, അവിടെ ചിലപ്പോ കുളം ഉണ്ടാവും, ചെറിയ കുന്നുകള്, ഇത് ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഒരു കാവിനെ കുറിച്ചുള്ള ആ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങളെ കയ്യിലുണ്ടാവും. ഓക്കെ. അപ്പൊ ജസ്റ്റ് അവിടെ ഒരു ചെറിയ വാട്ടർ ബോഡി ഒക്കെ ഉണ്ടെങ്കിൽ അതില് പറ്റുവാണെങ്കിൽ മീനെ അടക്കം നമ്മൾ അല്ലേ? ഇത്ര വലിപ്പമുള്ള, ഏതാണ്ട് ഇത്ര വലിപ്പമുള്ള വാട്ടർ ബോഡി അതെ, അതിലുള്ള ഫ്രഷ് വാട്ടർ ഫിഷസ് ഉണ്ടാകാം, അതുപോലെ ഈ അക്വാറ്റിക് ഇൻസെക്ട്സ് ഉണ്ടാകാം. പിന്നെ നമ്മുടെ മഴ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഈ കാവിന്റെ നിലത്ത്, അതായത് ലീഫ് ലിറ്റേഴ്സിനടിയിൽ തേരട്ടകൾ, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ, അതിന്റെയൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഐഡി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. മാക്സിമം ഐഡി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഫൗണ ആൻഡ് ഫ്ലോറ മൊത്തത്തിൽ നോക്കാനല്ലേ, കൗണ്ട് എടുക്കാൻ. മനസ്സിലായി. അതെ അതെ അതെ. നിങ്ങൾ കാണുന്നതിന്റെ പിന്നെ മൊബൈൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഐഡി ചെയ്തു തരാൻ പറ്റും. അപ്പൊ ക്ലിയർ ആയ ഒരു ഫോട്ടോ. ഓക്കെ. പിന്നെ ജസ്റ്റ് ഞാൻ ചോദിക്കുന്നത്, നമ്മള് ഒരേ കാവ് തന്നെ എടുത്തിട്ട് എന്താ പറയാ, അവിടെ കണ്ടിന്യൂസ് ഒബ്സർവ് ചെയ്തിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ഒരു കാവ് എടുത്തിട്ട് എന്താ പറയാ എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്തിട്ട് പിന്നെ ഓരോന്ന് അങ്ങനെ പോയാല് കൂടുതൽ എന്താ പറയാ ഡാറ്റ കിട്ടും, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പീഷീസിനൊക്കെ കിട്ടുമായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്? അല്ല, നമ്മളിപ്പോ ഒരു കാവ് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം അല്ലെ ഒറ്റ ദിവസം പോയി കഴിഞ്ഞാൽ ഈ പക്ഷികൾ എല്ലാറ്റിനും നമ്മളവിടെ കണ്ടുവന്ന് വരില്ല. ഇപ്പൊ നമ്മളെ വീട്ടിന്റെ ചുറ്റുവട്ടത്ത് തന്നെയാണെങ്കിൽ തന്നെ നമ്മൾ ദിവസം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പക്ഷികളെ കിട്ടും. അതേപോലെ തന്നെയാണ് കാവുകൾ. ഒരു 10 ദിവസം നിങ്ങൾ അടുപ്പിച്ച് കാവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ കിട്ടും അവിടുന്ന്. ഓക്കെ. അതപ്പോ ഒരു കാവിൽ ഒന്നോ രണ്ടാഴ്ച പോയി അവിടുത്തെ മൊത്തത്തിൽ റിപ്പോർട്ട് ഉണ്ടായതിനു ശേഷം മറ്റുള്ള കാവുകളിൽ പോകാനാണ്. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ എന്റെ മകൻ ഇപ്പൊ ഒരു കാവുള്ളെങ്കിൽ ഞാനിപ്പോ എന്താ പറയാ മൊത്തത്തിൽ അവിടെ മാത്രം ചെയ്തിട്ട് മൊത്തം ഡാറ്റ കിട്ടിയാൽ അങ്ങനെയെല്ലാം മതിയാവൂലേ? ഓക്കെ. ഇപ്പൊ വേണമെങ്കിൽ ഒന്നിലേറെ കാവുകളും ചെയ്യാം. അതായത് നമ്മള് ഈ ഇപ്പം ഡ്രൈ സീസൺ ആണല്ലോ. അപ്പൊ ഡ്രൈ സീസൺ കൂടാതെ നമ്മള് വെറ്റ് സീസണിൽ കൂടിയാണ്, മഴ കഴിഞ്ഞുള്ള ആ സമയത്തും നമുക്ക് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ സെപ്റ്റംബർ വരെ സമയം തന്നിരിക്കുന്നത്. അപ്പൊ ഈ സീസൺ ഇപ്പം ഡ്രൈ സീസൺ ആയതുകൊണ്ട് ചില സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇൻസെക്ട്സ് ഒക്കെ കുറവായിരിക്കും, അല്ലെ ബട്ടർഫ്ലൈസ് കുറവായിരിക്കും. നമുക്ക് മഴ കഴിഞ്ഞ് ഒരു ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ അതെ ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും കൂടുതൽ ഫോണ ഫ്ലോറ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ മൊത്തത്തിൽ അഥവാ ഒരു നമ്മൾക്ക് എന്താ പറയാ ഒരു ഓഫ് സീസൺ ആൻഡ് സീസണൽ സർവേ പോലെ നടത്താം അല്ലേ? ഓക്കെ, എനിക്കിപ്പോ ക്ലാരിറ്റി വന്നു. ഓക്കെ, താങ്ക് യു. നമ്മൾ എല്ലാ സീസണിലും ഒരു കാവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റി കിട്ടും. ബയോഡൈവേഴ്സിറ്റി ഒരുപാട് വ്യത്യസ്തതയുള്ളത് കിട്ടും നമുക്ക്. ഇപ്പൊ വേനൽക്കാലത്ത് ഇല്ലാത്തത് മഴക്കാലത്ത് ഉണ്ടാവും. അതായത് കുറെ ഈ ആൽഗെ, ഫംഗസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ വേനൽക്കാലത്ത് ഉണ്ടായിന്ന് വരില്ല, അത് മഴക്കാലത്ത് ഉണ്ടാവും. അതേപോലെ ഇപ്പം ബേർഡ്സ് ആണെങ്കിൽ മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ടാവും, അത് മഴക്കാലത്ത് അത് പോയിട്ടുണ്ടാവും. ഇപ്പൊ മഴക്കാലത്ത് കാണുന്ന പക്ഷികൾ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തിനേയും കിട്ടുമല്ലോ. അപ്പം ഈ 2-3 കാലാവസ്ഥയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. Ma'am, പറഞ്ഞോ. can we say hours during early morning like 6 a.m.? Yes. Okay. Inside the car. I think at least you can hear the call of those birds. Okay. Inside the sacred groves, will there be nightjars and frogmouths? Sometimes. Is it very rare? Are they very rare? I think nightjars can be seen. I think frogmouth was seen in separate group കാസർഗോഡ്. നൈറ്റ്ജാർസ് ചിലത് നമ്മുടെ കാവുകളിൽ അല്ലാത്ത കുന്നിൻ പ്രദേശങ്ങളിലൊക്കെ കാണുന്നുണ്ട്. Okay, thank you.
ഓക്കെ, ഹലോ, ഓക്കെ ഓക്കെ. വേറെ കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കേൾക്കുന്നുണ്ടായിരുന്നില്ലേ? കാസർഗോഡ് ഏതൊരു കാവില് ഫ്രോഗ് മൗത്ത് ഉണ്ടായിരുന്നു. അത് ഏത് കാവാണെന്നുള്ള എന്നോട് മറന്നുപോയി. ഒരാൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ മാക്സിം റോഡ്രിക്സ്. ശ്യാമിനോടോ മാക്സിമിനോടോ ചോദിച്ചാൽ കിട്ടും അത്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഫ്രോഗ് മൗസിനൊക്കെ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം പോകണ്ടേ, ജസ്റ്റ് രാത്രി? അല്ല, അതിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ചിലപ്പോ പകലൊക്കെ അത് സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ അതിനെ സ്പോട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. രാത്രിയാണെങ്കിൽ കറക്റ്റ് ആക്റ്റീവായിട്ട് കിട്ടും. ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതെ, പ്രത്യേകിച്ച് നൈറ്റ് ജാസ് ഒക്കെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഫോട്ടോ എടുക്കാൻ പോയത് 2:30-3 മണി സമയത്താണ് എനിക്ക്. അപ്പൊ രാവിലെ വെളിച്ചം വരുന്നതിന്റെ ആ സമയത്ത് വരെ അത് കരയും. അതെ, അതിന്റെ കോള് നമ്മള് പുറത്തുനിന്ന് കോൾ ഇട്ടിട്ടായിരുന്നു അതിനെ അട്രാക്ട് ചെയ്തത്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങള് കുട്ടികള് ഒറ്റക്ക് പോകുന്ന സമയത്തുള്ള ഒരു പ്രശ്നമുണ്ട്. മുതിർന്നവരെ കൂട്ടിയിട്ട് പോകണം രാത്രി പോകുന്നുണ്ടെങ്കിൽ. എല്ലാം പ്രിക്കോഷൻസ് ഒക്കെ എടുത്തുകൊണ്ട്. ഓക്കെ, ഹെർബ്സിനെയും കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ ഒരു ഡാറ്റ കിട്ടുമായിരിക്കും. ഓക്കെ. ഈ കാവുകളിൽ പാമ്പുകളെ നിങ്ങൾക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. ബാംബു പിറ്റ് വൈപ്പർ അങ്ങനെയുള്ള അണലികളെയൊക്കെ കാണാം നിങ്ങൾക്ക്, വൈപ്പേഴ്സിന്. പിന്നെ പൈത്തൺ ഉണ്ടാവും ചിലപ്പോഴ്, കോബ്ര, ഇങ്ങനെയുള്ളതിനൊക്കെ കാണാൻ പറ്റും. അതൊക്കെ അത്യാവശ്യം ഏരിയുള്ള കാവുകളിൽ മാത്രല്ലേ കാണാൻ പറ്റൂ. ഇപ്പൊ ചെറിയ കാവുകളിലൊക്കെ ഇങ്ങനെ പാമ്പുകൾ ഉണ്ടാവുമോ? പാമ്പിനെ കാണാൻ, പാമ്പിന് ചെറുത് വലുതെന്നൊന്നുമില്ല. ആണോ? അപ്പൊ അവർക്ക് ഇങ്ങനെ ജീവിക്കാനുള്ളൊരു സ്ഥലം വേണ്ടായിരുന്നു, ജസ്റ്റ് ഒരു ഇത്തിരിയെങ്കിലും സ്ഥലം വേണ്ട? അത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ ജീവിക്കുന്നേ. പിന്നെ അത് ഒരു ഇര പിടിച്ചാൽ അതിന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 2 ആഴ്ച 3 ആഴ്ചത്തേക്ക് അതിന് വേറെ ഭക്ഷണമൊന്നും വേണ്ട. പാമ്പുകൾ അങ്ങനെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ കാവിൽ പോകുമ്പോൾ ഒറ്റക്ക് പോകാൻ പാടില്ല, വലിയ ആരെങ്കിലും കൂടെ വേണം. പിന്നെ ഒഴിഞ്ഞ പ്രദേശമായിരിക്കും, ചിലപ്പോ കുറുനരിയെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാട്ടുപൂച്ചയൊക്കെ ഉണ്ടാവും ചിലപ്പോഴ്, ഉടുമ്പ്, മുള്ളംപന്നി, പന്നി, ഇങ്ങനെയുള്ളതിനെയൊക്കെ കാണാൻ പറ്റും. കാവുകളിലെ പക്ഷികളും ഇതും മാത്രമൊന്നല്ല, ഇങ്ങനെയുള്ള ജീവികളെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരെങ്കിലും നോക്കാൻ പോയോ ഇതുവരെ കാവില്? യെസ്. ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്? ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ മാഷേ? വൈൻഡപ്പ് ചെയ്യാം. അതെ. അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഓക്കെ ഓക്കെ. ഇനി ഓരോ പക്ഷികളെ അതിന്റെ കോളും ഞാൻ ഓരോ ദിവസം നിങ്ങൾക്ക് ഇട്ട് തരാം. അതുപോലെ ബട്ടർഫ്ലൈസും അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നു. പാമ്പിന്റെ ഒക്കെ ഓരോ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഐഡി ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ കാണുന്നതിന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടുക. അപ്പൊ നമുക്ക് ഐഡി നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. എല്ലാറ്റിന്റെയും ഫോട്ടോ കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോ നമുക്ക് ഓർമ്മയിൽ നിന്ന് വരച്ച് എടുത്താലും മതി. വരയ്ക്കാൻ പറ്റുന്ന, മിക്കവാറും കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ഓക്കെ ഓക്കെ. പരമാവധി ഫോട്ടോഗ്രാഫി ചെയ്യാൻ ശ്രമിക്കാം. അല്ലാതെ പറ്റാതൊക്കെ ജസ്റ്റ് ഡിസൈൻ്റെ എന്തെങ്കിലും കളക്ട് ചെയ്താൽ കാണാൻ പറ്റത്തില്ല. അപ്പൊ ഉദാഹരണത്തിന് വല്ല ആൽഗേസ് ഒക്കെയാണ് അതിന്റെ ചെറിയൊരു പോർഷൻ ഒക്കെ എടുത്താൽ അതിന്റെ പ്ലാന്റ്സ് ആണെങ്കിൽ നിങ്ങൾ അതിന്റെ ഫ്രൂട്ട്സോ ഫ്ലവേഴ്സോ ഉണ്ടെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോ ഇടണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഓക്കെ മാഷെ, ഞാനൊരു ഒഫീഷ്യൽ നന്ദി പറയാൻ വേണ്ടിട്ട് രേഷ്മയെ ക്ഷണിക്കും. ഓക്കെ. കാവുകളിലെ പക്ഷികൾ എന്ന ഇന്നത്തെ സെഷൻ വളരെ ആകർഷണീയമായി അവതരിപ്പിച്ച ലതിക ടീച്ചറിന് നന്ദി പറയുക എന്നതാണ് എന്റെ കടമ. പക്ഷികളെ നിരീക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന തുടക്കക്കാർക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തേത്. എന്നെപ്പോലെ തന്നെ ഓരോ കുട്ടികളും ഈ സെഷൻ ആസ്വദിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ട്.
ഇനി ഒരു പക്ഷിയെ കണ്ടാൽ നമ്മൾ എല്ലാവരും ഒന്ന് നോക്കുക മാത്രമല്ല അതിന്റെ പേര് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. ആ ഒരു സ്പാർക്ക് ലതിക ടീച്ചർ നമ്മുടെ ഉള്ളിൽ ഇട്ട് തന്നിട്ടുണ്ട് ഈ ക്ലാസ്സോട് കൂടി. അപ്പൊ ഒരേ സമയം അറിവും ആസ്വാദനവും രണ്ടും നമുക്ക് പകർന്നു തന്ന നമ്മുടെ ലതിക ടീച്ചറിന് എന്റെ പേരിലും വോക്ക് വിത്ത് ഈസി കൂട്ടായ്മയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. Good night. Night. Good night. Good night. Good night.